ഷാബി സ്പെഷ്യൽ സ്കൂളിൽ പോരുന്ന സമയത്ത് പരിചയമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഇത്. അബ്ദുള്ള എന്നാണ് ഇവൻ്റെ പേര്. അവൻ്റെ പിതാവിൻ്റെ സംരക്ഷണയിലല്ല അവർ ജീവിക്കുന്നത്. ഉമ്മ തന്നെയാണ് അവനെ നോക്കുന്നതും. അവന് താഴെ ഒരു സഹോദരിയും കൂടി ഉണ്ട് അബ്ദുള്ളയ്ക്ക്. അവരുടെ സംരക്ഷണമൊക്കെ ഇവരുടെ ഉമ്മ തന്നെയാണ് ഏറ്റെടുക്കുന്നതും. അവർക്ക് ജോലിക്ക് പോകാനൊക്കെ ഇവൻ വീട്ടിൽ തനിച്ചാക്കിയിട്ടാണ് അവർ പോവുക. അടുത്ത വീടുകളിൽ സഹായത്തിനൊക്കെ പോയിട്ടാണ് അവർ ജീവിക്കുന്നത്. വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു കുടുംബമാണിത്. ആർക്കെങ്കിലും ഇവരെ സഹായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് തരാം. അബ്ദുള്ളയുടെ വീൽ ചെയർ പഴയതായത് കാരണം അവനൊരു ഹോസ്പിറ്റലിലോ ഒക്കെ പോകുമ്പോൾ കുറച്ച് ദൂരം പോകണം അവിടുന്ന് അവർ റോഡെത്താൻ. അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു പുതിയ വീൽ ചെയർ കൊടുത്തത്. അവനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നും അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. കുട്ടികളുടെ ബുദ്ധിപരമായി ശാരീരികമായിട്ടൊക്കെ കുറവുകളുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ അറിവൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവും. നമ്മളെ അത് മനസ്സിലാക്കിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. ഷാബി മോന് ഷൈക്കൻ്റെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അവന് എന്തോ ഒരു വിമുഖത. പിന്നെ വിചാരിച്ചു സാരമില്ല, കുറച്ചുകൂടിയൊക്കെ ഇടപഴക്കം വരുമ്പോഴല്ലേ ഷാബിക്ക് അതൊക്കെ മനസ്സിലാവാൻ സാധ്യതയുള്ളൂ. അവൻ്റെ അനിയത്തിയാണ് തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നത്. ഇത് അവരുടെ ഒരു അയൽവാസിയാണ് കേട്ടോ. വീൽ ചെയറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരു സഹായത്തിന് ഞങ്ങളുടെ കൂടെ വന്നു എന്നേ ഉള്ളൂ. അബ്ദുള്ള ഒരു കിടപ്പ് രോഗിയായതുകൊണ്ട് തന്നെ അവൻ്റെ ഉമ്മാക്ക് നല്ല പ്രയാസമുണ്ട്. ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് വേണം അവരുടെ അടുത്ത വീടുകളിലൊക്കെ സഹായത്തിനൊക്കെ പോകാനൊക്കെ. പിന്നെ ചെറിയ കുട്ടി വേറെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവർക്ക്. പലപ്പോഴും എന്നോട് എന്നെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വിഷമമൊന്നും കാണാറില്ലല്ലോ എന്നൊക്കെ. അതായത് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണോ എന്നൊക്കെ. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള മക്കളെയൊക്കെ അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കും എനിക്ക് അൽഹംദുലില്ലാ എന്ന് തന്നെയാണ് എപ്പോഴും എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മളെ കാട്ടി ബുദ്ധിമുട്ടുന്ന പലരെയും കണ്ണിൽ കാണുന്നത് കൊണ്ട് അതറിയാം ശരിക്കും.